നമുക്കിനി പഠിക്കാനുള്ളത് UJT ആണ്. എന്താ ഈ UJT? UJT യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. UJT എന്ന് പറയുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. പേരിൽ തന്നെയുണ്ട്, അതിനകത്ത് ഒരു PN ജംഗ്ഷനേ ഉള്ളൂ. അപ്പം UJTക്കകത്ത് എത്ര PN ജംഗ്ഷൻ ഉണ്ട്? UJTക്കകത്ത് ഒരു PN ജംഗ്ഷനേ ഉള്ളൂ. ഓർത്ത് വയ്ക്കുക. PSCയുടെ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എത്ര ലെയർ ഉണ്ട്, എത്ര ടെർമിനൽ ഉണ്ട്, എത്ര PN ജംഗ്ഷൻ ഉണ്ട്, ഇതൊക്കെ സിമ്പിളായിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ UJTയുടെ കേസ് ഓർത്തിരിക്കുക, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. യൂണി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് എത്ര PN ജംഗ്ഷൻ ഉണ്ട്? ഒരു PN ജംഗ്ഷനേ ഉള്ളൂ. ഇനി നോക്കിക്കേ, എത്ര ടെർമിനൽ ഉണ്ട്? 3 ടെർമിനൽ ഡിവൈസ് ആണ്. എത്ര ടെർമിനൽ ഉണ്ട്? 3 ടെർമിനൽ, 3 ടെർമിനൽ ഉള്ള ഡിവൈസാണ്. ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. ഇതിന് എത്ര ടെർമിനൽ ഉണ്ട്? 3 ടെർമിനൽ. അപ്പോൾ 2 കാര്യം നമ്മൾ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യം. എത്ര ജംഗ്ഷൻ ഉണ്ട്? ഒരു ജംഗ്ഷൻ. എത്ര ടെർമിനൽ ഉണ്ട്? 3 ടെർമിനൽ. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കറണ്ട് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയുന്നത് കാണാൻ പറ്റും, അതായത് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് UJT, റിലാക്സേഷൻ ഓസിലേറ്റർ. അപ്പം ഈ റിലാക്സേഷൻ ഓസിലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ചിങ് ക്യാര കാണിക്കുന്ന ഒരു ഡിവൈസാണ് UJT എന്ന് പറയുന്നത്. ഫേസ് കൺട്രോൾ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി UJT എന്ന് പറയുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാര്യം പേരിനകത്ത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിലും ഇതിൻ്റെ വർക്കിംഗ് ട്രാൻസിസ്റ്ററിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെ ഒരു ഓൺ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ UJTയെ നമുക്ക് ഒരിക്കലും ആംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഓൺ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി UJTയുടെ വേറൊരു പ്രത്യേകതയാണ് യൂണി ഡയറക്ഷണൽ കണ്ടക്ടിവിറ്റി ആണ്. ഒരു ഡയറക്ഷനിലേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, യൂണി ഡയറക്ഷണൽ കണ്ടക്ടിവിറ്റി ആണ്. അതുപോലെ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് UJTയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. UJT എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോളിഡ് പീസ് ഓഫ് N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ, അതായത് N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഒരു ബാർ എടുത്തേക്കുക. N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഒരു ബാറുണ്ട്, അതാണ് മെയിൻ കറണ്ട് ക്യാരിയിങ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ UJTയുടെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഒരു ബാറുണ്ട്, അതാണ് മെയിൻ കറണ്ട് ക്യാരിയിങ് ചാനൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 എൻഡിലുമുള്ള കണക്ഷൻസ് ആണ് ബേസ് 1ഉം ബേസ് 2ഉം. സോ ഒരു N ടൈപ്പ് ചാനലുണ്ട്, N ടൈപ്പ് ചാനൽ അല്ലെ N ടൈപ്പ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ 2 എൻഡിലായിട്ട് 2 ടെർമിനൽസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടെർമിനൽസ്? ബേസ് 1ഉം ബേസ് 2ഉം. ടെർമിനൽസ് നമ്മൾ ഇതുപോലത്തെ ഡിവൈസ് പഠിക്കുമ്പം ടെർമിനൽസ് കൃത്യമായിട്ട് പേരോർത്തിരിക്കുക. ഇടയ്ക്ക് PSC അങ്ങനെ ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഇന്ന ഡിവൈസിൻ്റെ ടെർമിനൽസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ UJTയുടെ ടെർമിനൽസ് ഓർത്തിരിക്കുക. നമുക്കൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ 2 എൻഡിലും 2 ടെർമിനൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബേസ് 1ഉം ബേസ് 2ഉം. ഒരു എൻഡ് ബേസ് 1ഉം ഒരു എൻഡ് ബേസ് 2ഉം. ഇനി തേർഡ് ടെർമിനൽ ഏതാണെന്ന് നോക്കാം. തേർഡ് ടെർമിനലിൻ്റെ പേരാണ് എമിറ്റർ. തേർഡ് ടെർമിനലിൻ്റെ പേരാണ് എമിറ്റർ. സോ UJTയുടെ 3 ടെർമിനൽസ് ഏതൊക്കെയാണ്? ബേസ് 1, ബേസ് 2, അതുപോലെ എമിറ്റർ. ഇനി എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മൾ ഈ N ടൈപ്പ് ബേസിലേക്ക് ഒരു P ടൈപ്പ് എമിറ്റർ ഉണ്ട്, P ടൈപ്പ് മെറ്റീരിയൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ജംഗ്ഷൻ ഉള്ളത്. ഈ P ടൈപ്പ് മെറ്റീരിയലിൽ നിന്നാണ് എമിറ്റർ ടെർമിനൽ എടുത്തിട്ടുള്ളത്. നമുക്ക് കൺസ്ട്രക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു N ടൈപ്പ് ബ്ലോക്ക് ഉണ്ട്. N ടൈപ്പ് ബ്ലോക്കിൻ്റെ ഒരു സൈഡിൽ ബേസ് 2ൻ്റെ അടുത്തേക്കായിട്ട്, ബേസ് 2ൻ്റെ അടുത്തായിട്ട് ക്ലോസർ ടു ബേസ് 2 ആണ് എമിറ്റർ ജംഗ്ഷൻ ഉള്ളത്. അവിടെ ഒരു P ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. ആ P ടൈപ്പ് മെറ്റീരിയലിൽ നിന്നുള്ള കണക്ഷനാണ് എമിറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ബേസ് 1ഉം ബേസ് 2ഉം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എമിറ്റർ ടെർമിനൽ ഏതിൻ്റെ അടുത്താണ്? ബേസ് 2ൻ്റെ അടുത്താണ്. എമിറ്റർ ടെർമിനൽ ഈസ് ക്ലോസർ ടു ടെർമിനൽ B2 ദാൻ B1. ഇനി നമ്മൾ UJTയുടെ സിമ്പിൾ നോക്കിയാൽ UJTയുടെ സിമ്പിളിനകത്ത് ബേസ് 1ഉം ബേസ് 2ഉം ഉണ്ട്, പിന്നെ എമിറ്ററും ഉണ്ട്. ഈ എമിറ്ററിൽ ഒരു ആരോയുണ്ട്. എമിറ്ററിൽ ഒരു ആരോയുണ്ട്. ഈ ആരോ കാണിക്കുന്ന എന്താണ്? എമിറ്റർ ടെർമിനൽ പോസിറ്റീവാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം N ടൈപ്പ് സിലിക്കൺ ബാറുമായിട്ട് N ടൈപ്പ് സെമി കണ്ടക്ടർ ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എമിറ്റർ ടെർമിനൽ പോസിറ്റീവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ആരോ കാണിച്ചേക്കുന്നത്.
ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാൻ വേണ്ടി ആദ്യം നമുക്ക് യു ജെ ടിയുടെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കാം. യു ജെ ടിയുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കിക്കേ. എൻ ടൈപ്പ് ചാനലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തേക്കുവാണ്. 2 റെസിസ്റ്റേഴ്സ് RB1ഉം RB2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. സോ എൻ ടൈപ്പ് ചാനലിനെ കാണിക്കാനായിട്ട് 2 റെസിസ്റ്റേഴ്സ് RB1ഉം RB2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. പിന്നെ ഒരു ഐഡിയൽ ഡയോഡാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനകത്തെ പി എൻ ജംഗ്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഐഡിയൽ ഡയോഡ് വെച്ചേക്കുവാണ്. സോ ഒരു ഡയോഡും ഉണ്ട്, 2 റെസിസ്റ്റൻസും ഉണ്ട് ഇക്വലൻറ്റ് സർക്യൂട്ടിനകത്ത്. എൻ ടൈപ്പ് ചാനലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് RB1ഉം RB2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. നമ്മളുടെ പി എൻ ജംഗ്ഷന് പകരമായിട്ട് നമ്മളൊരു ഐഡിയൽ ഡയോഡും വെച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, RB1 എന്ന് പറയുന്നത് എമിറ്ററിനും B1 ടെർമിനലിനും ഇടയ്ക്കാണ്. RB2 എന്ന് പറയുന്നത് എമിറ്ററിനും B2 ടെർമിനലിനും ഇടയ്ക്കാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ എമിറ്റർ ടെർമിനൽ ഏത് ടെർമിനലിൻ്റെ അടുത്താണ്? B2വിന് അടുത്താണ്. എമിറ്റർ ടെർമിനലിന് B2വിന് അടുത്തായതുകൊണ്ട് RB2 എന്ന് പറയുന്നത് RB1നേക്കാളും കുറവായിരിക്കും. RB2 RB1നേക്കാളും കുറവായിരിക്കും. അപ്പം നമ്മുടെ സിലിക്കൺ ബാർ, എൻ ടൈപ്പ് സിലിക്കൺ ബാറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഓമിക് റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അത് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ ഡോപ്പിംഗ് ലെവലിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ഫിസിക്കൽ ഡയമെൻഷനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ എൻ ടൈപ്പ് സിലിക്കൺ ബാർ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബാറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ ഡോപ്പിംഗ് ലെവലിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫിസിക്കൽ ഡയമെൻഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ RBB എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് ആണ് RBB എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 2 റെസിസ്റ്റൻസും കൂടെ, 2 സീരീസ് റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യും. 2 സീരീസ് റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യും. 2 ബേസ് ടെർമിനലിനിടയ്ക്കുള്ള വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കായിട്ട് ഈ 2 സീരീസ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. ഇനി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളിത് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തു. സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പം B1നും B2വിനും ഇടയ്ക്ക് വോൾട്ടേജ് VBB അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ബേസ് 1നും ബേസ് 2വിനും ഇടയ്ക്ക് വോൾട്ടേജ് VBB അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? B2 പോസിറ്റീവും B1 0 ആയിരിക്കണം. അല്ലെങ്കിൽ VBB വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം B2 ആയിരിക്കണം പോസിറ്റീവ്. B2 പോസിറ്റീവ് വരുന്ന പോലെ നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ 0 എമിറ്റർ ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് B1നും B2വിനും ഇടയ്ക്ക് വോൾട്ടേജ് VBB അപ്ലൈ ചെയ്യാണ്. അതിൽ B2 ആണ് പോസിറ്റീവ് എന്ന് ഓർക്കുക. 0 എമിറ്റർ ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് RB1ന് അക്രോസ് ഉള്ള വോൾട്ടേജ്, RB1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര വരും? RB1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2 ഇൻറ്റു VBB എന്ന് വരും. സോ RB1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് VRB1 എന്ന് പറയുന്നത് RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2 ദ ഹോൾ ഇൻറ്റു VBB എന്ന് വരും. ഇതിനകത്ത് ഈ RB1 പ്ലസ് RB1 പ്ലസ് RB2വിനെ നമുക്ക് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് വിളിക്കാം. RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2വിനെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് വിളിക്കാം. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈറ്റ വെച്ചിട്ടാണ്. സോ ഈറ്റ ഈസ് ഈക്വൽ ടു RB1 പ്ലസ് RB2. ഇതിൻ്റെ വാല്യൂ എപ്പോഴും 0.5 to 0.8 ആയിരിക്കും. മിക്കവാറും എല്ലാ UJTക്കും 0.5 to 0.8 ആയിരിക്കും ഈറ്റയുടെ വാല്യൂ. ഇനി നമ്മൾ നമ്മുടെ എമിറ്ററിലേക്ക് ഒരു ചെറിയ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എമിറ്ററിലേക്ക് ഒരു ചെറിയ സ്മോൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് പറ്റും? RB1 എന്ന് പറയുന്നതിലേക്കാണ് ഈ എമിറ്റർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. RB1ലേക്കാണ് നമ്മൾ ഈ എമിറ്റർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഈ ചെറിയ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഡയോഡ് PN ജംഗ്ഷൻ, അവിടുത്തെ PN ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടിരിക്കത്തേ ഉള്ളൂ. അത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടിരിക്കുമ്പം വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണത് സപ്ലൈ ചെയ്യുന്നത്. അത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? കണ്ടക്ട് ചെയ്യില്ല. അപ്പം UJT ഏത് കണ്ടീഷനിലാണ്? UJT ഓഫാണ്, 0 കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. UJT ഓഫാണ്, 0 കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി എമിറ്റർ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൂട്ടുക.
എമിറ്റർ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി വി ആർ ബി വണ്ണിനേക്കാളും കൂടുതലായി എന്ന് വിചാരിക്കുക. വി ആർ ബി വണ്ണിനേക്കാളും കൂടുതലാവുക എന്ന് വെച്ചാൽ നീറ്റ വി ബി ബി എത്തുക. വി ആർ ബി വണ്ണിനേക്കാൾ കൂടുതൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഈറ്റ വി ബി ബി മാത്രം പോരാ, ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യാനുള്ള വോൾട്ടേജ് വേണം. സോ ഈറ്റ വി ബി ബി പ്ലസ് 0.7 വോൾട്ടും കൂടെ വേണം. അപ്പോൾ നമ്മുടെ എമിറ്റർ ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴാണോ ഈറ്റ വി ബി ബി പ്ലസ് 0.7 ആവുന്നത്, ആ പി എൻ ജംഗ്ഷൻ എന്താവും? ആ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആവും. പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിക്കഴിഞ്ഞാൽ യു ജെ ടി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയാൽ യു ജെ ടി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. സോ എന്ത് സംഭവിക്കും? എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്താൽ എന്ത് പറ്റും? എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ആർ ബി വൺ ഡിക്രീസ് ചെയ്യും. എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ആർ ബി വൺ ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ട് ആർ ബി വൺ കുറയുന്നത്? ശരിക്കും ആർ ബി വണ്ണിൻ്റെ ജംഗ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസ് വണ്ണിലേക്ക് ബി വണ്ണിലേക്ക് നമ്മൾ മൈനസ് വി ബി ബി ആണ് കൊടുക്കുന്നത്. അതുപോലെ എമിറ്ററിലേക്ക് പോസിറ്റീവോ കൊടുക്കുന്നത്. സോ ആ പി എൻ ജംഗ്ഷൻ എന്താണ്? ബി വണ്ണിൻ്റെ അടുത്തോട്ടുള്ള പി എൻ ജംഗ്ഷൻ അതിനെന്ത് പറ്റും? അത് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസ് ചെയ്യുമ്പം അവിടുത്തെ റെസിസ്റ്റൻസ് അതായത് ആർ ബി വൺ കുറയും. ആർ ബി വൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റും? ആർ ബി വൺ കുറയുമ്പം വീണ്ടും ഐ ഇ കൂടാൻ തുടങ്ങും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. സോ ആർ ബി വൺ കുറയുമ്പം ഐ ഇ കൂടാൻ തുടങ്ങും. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഐ ഇ കൂടുവാണ്. ഐ ഇ കൂടുന്നതനുസരിച്ച് ആർ ബി വൺ കുറയുവാണ് ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റ് ആണ്. അതായത് വൺസ് വി പി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ കാണാം. വി പി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റർ വോൾട്ടേജ് വി ഇക്ക് എന്നാ പറ്റും? വി ഇ കുറയുവാണ് ചെയ്യുന്നത്. ഐ ഇ കൂടുന്നതനുസരിച്ച് വി ഇ കുറയുവാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൺ എന്ന് വിളിക്കുന്നത്. അതായത് നോക്കിക്കേ, കറണ്ട് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയുക. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം നമ്മുടെ ആർ ബി വൺ കുറയുന്നതാണ് ഇതിൻ്റെ കാരണം. ഇത് എപ്പോൾ വരെ വരും? ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തുന്നത് വരെ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. സാച്ചുറേഷൻ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? സാച്ചുറേഷൻ പോയിൻറ്റിനെയാണ് നമ്മൾ വാലി പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. സാച്ചുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് വാലി പോയിൻ്റ്. ഈ വാലി പോയിൻ്റ് കഴിഞ്ഞ് വരുന്നത് സാച്ചുറേഷൻ റീജിയൻ ആണ്. വാലി പോയിൻ്റ് കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും വി ഇ കൂടാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും നമ്മൾ എമിറ്റർ കറണ്ടും എമിറ്റർ വോൾട്ടേജൂടെ പ്ലോട്ട് ചെയ്താൽ ഡിവൈസ് സ്റ്റാർട്ട് ആവുന്ന വരെ എന്ത് പറ്റും? എമിറ്റർ വോൾട്ടേജ് കൂടും. വി പി വരെ എത്തും. വി പി വരെ എത്തിക്കഴിഞ്ഞാൽ എമിറ്റർ കറണ്ട് കൂടാൻ തുടങ്ങും. എമിറ്റർ കറണ്ട് കൂടാൻ തുടങ്ങുമ്പം ആർ ബി വൺ കുറയും. ആർ ബി വൺ കുറയുന്നതനുസരിച്ച് നമ്മുടെ എമിറ്റർ വോൾട്ടേജ് കുറയാൻ തുടങ്ങും. അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. കുറഞ്ഞ് എവിടെ എത്തും? ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തും. സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുന്നതാണ് വാലി പോയിൻ്റ്. വാലി പോയിൻറ്റിൽ ഐ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഇ എന്തായിരിക്കും? വി ഇ മിനിമം ആയിരിക്കും. എമിറ്റർ വോൾട്ടേജ് മിനിമം ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എമിറ്റർ വോൾട്ടേജ് വീണ്ടും കൂടാൻ തുടങ്ങും. ഇങ്ങനെ എമിറ്റർ വോൾട്ടേജ് കൂടുന്ന ആ റീജിയനെയാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പം വാലി പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യു ജെ ടിയുടെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? പോസിറ്റീവാണ്. അതായത് പീക്ക് പോയിൻറ്റിനും വാലി പോയിൻറ്റിനും ഇടയ്ക്ക് യു ജെ ടിയുടെ റെസിസ്റ്റൻസ് നെഗറ്റീവാണ്. വാലി പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ജെ ടിയുടെ റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് യു ജെ ടിയുടെ വർക്കിംഗ് നമുക്ക് വരുന്നത്. താങ്ക്